അതേസമയം ഐഷി ഘോഷിനെ വിടാതെ ദില്ലി പോലീസ്. ഇന്നലെ രാത്രി AKG ഭവന്റെ പരിസരത്തെത്തി പോലീസ് പരിശോധന നടത്തി. AKG ഭവന് മുന്നിൽ വൻ സുരക്ഷാ വിന്യാസമാണുള്ളത്. യുവാക്കളുടെ സമരത്തിലൂടെ ഇല്ലാതായ ഭയത്തിന്റെ സാഹചര്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഐഷിയെ തിഹാർ ജയിലിൽ അടയ്ക്കാനാണ് ദില്ലി പോലീസിന്റെ നീക്കമെന്ന് ജോൺ ബ്രിട്ടാസ് MP ആരോപിച്ചു. ഭയത്തെ പരാജയപ്പെടുത്താൻ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ജനാധിപത്യ ശക്തികൾക്കും കഴിയുമെന്ന് ഇക്കഴിഞ്ഞ ജന്തർ മന്തർ സമരത്തിലൂടെ തെളിയിച്ചു. CJPയും SFIയും ISയും ISFും ജനങ്ങളും മാധ്യമങ്ങളും ഒക്കെ വലിയ പങ്ക് വഹിച്ചു. വീണ്ടും രാജ്യത്തെ ഭയത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള പരിശോധനയാണോ ഇങ്ങനെ പാർട്ടി ഓഫീസുകളുടെ എല്ലാം മുമ്പിൽ ഈ പോലീസ് സേനയെ വിന്യസിച്ചുകൊണ്ട് മോഡിയും അമിത്ഷായും മോഹൻ ഭഗത്തും കൂടി ഉദ്ദേശിക്കുന്നതെന്നുള്ള അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. പാർലമെന്റ് വിഷയം അവിടെ MPമാർ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഐഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിയിലൂടെ എന്ത് പരിഹാരം കണ്ടെത്താൻ പറ്റുമെന്നുള്ളത് വക്കീലന്മാർ നോക്കുന്നുണ്ട്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിന്റെ ഒരു അനുബന്ധമാണത്. ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന ഒരു സമര നായികയാണ് ഐഷി ഘോഷ്. അവരെ എല്ലാവർക്കും അറിയാം. അവർ JNUവിന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു. അപ്പോൾ പക പോക്കാൻ വേണ്ടിയിട്ട് അവരെ പിടിച്ച് തിഹാർ ജയിലിൽ ഇടണമെന്നുള്ള നിശ്ചയദാർഢ്യമാണ്. ഇന്നലെ ഇളഭ്യരായിട്ട് ഡൽഹി പോലീസ് തിരിച്ചു പോകേണ്ടി വന്നു. ഇന്ന് CPMന്റെ കേന്ദ്ര ഓഫീസ് ITBPയെ കൊണ്ട് വളയിച്ചിരിക്കുകയാണ്. അതായത് ഒരു ആക്ഷന് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ്. ഇനി നടത്താൻ തന്നെയാണ് നീക്കം. ഇന്നലെ രാത്രി മഫ്തിയിൽ പോലീസുകാർ അവിടെ വന്നു എന്ന് പറഞ്ഞു. അതെ. അതായത് അവരെ എങ്ങനെയെങ്കിലും പിടിച്ചകത്താക്കും. 2021 ഒരു കേസാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെയൊക്കെ എത്ര കേസ് ഏതെല്ലാം കോടതിയിലുണ്ട്, എന്തെല്ലാം ചെയ്തിട്ടാണ് അതിൽ നിന്നൊക്കെ ഊരിപ്പോകുന്നത്. അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. അതായത് അവരൊരു ക്രിമിനൽ പുള്ളിയോ പിടികിട്ടാ പുള്ളിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകാരിയോ ഒന്നുമല്ല. അവരൊരു ജനകീയ സമരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സമരനായികയാണ്. സമരം ചെയ്യുന്ന പ്രക്ഷോഭപാതയിലുള്ള ചെറുപ്പക്കാർക്ക് ഒരു സന്ദേശം കൊടുക്കാൻ അനിവാര്യമാണെന്നുള്ള തിരിച്ചറിവിലാണ് ആഭ്യന്തര മന്ത്രാലയം. അതിനു വേണ്ടിയിട്ടാണ് ആൾക്കാരെ ഭയപ്പെടുത്തുക. ഇവരെക്കുറിച്ചുള്ള ഭയം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു. ഭയം കൊണ്ടാണല്ലോ ഇവർ ഭരിക്കുന്നത്. അപ്പോൾ ആ ഭയം തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ പിടിച്ച് ജയിലിലിടണം. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ അറസ്റ്റ് ചെയ്യലിടാൻ പറ്റില്ല. അതുകൊണ്ട് പഴയ കേസുകളൊക്കെ പൊടുതിട്ടിയെടുത്തിട്ട് ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്യും. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അത് ചെയർമാൻ അനുവദിക്കുമെന്നറിയില്ല. എന്തായാലും ഇന്ത്യ അലയൻസ് യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വന്നു. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അതിൽ ജന്തർ മന്ദറിലേറ്റിയ കനത്ത തിരിച്ചടിയുടെ ജാള്യത മറക്കാൻ സമര നേതാക്കളെ ഓരോരുത്തരെയായി ലക്ഷ്യമിട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ദൗത്യം എന്നതാണ്. ഇന്നിപ്പോ നോക്കൂ, ഇന്നലെ പിണറായി വിജയൻ അടക്കം ആ വിമർശനമാണ് ഉന്നയിച്ചത്. ഭയത്തിന്റെ സാഹചര്യം വീണ്ടും കൊണ്ടുവരിക, പേടിയാണ് കേന്ദ്ര സർക്കാരിനെ എന്ന സമരക്കാർക്ക് ഒരു ചിന്തയുണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലക്ഷ്യം എന്നതാണ് CPM ഇപ്പോൾ പ്രതിരോധമായി ഉന്നയിക്കുന്നത്. ഇപ്പോഴും ഐഷി AKG ഭവനിൽ തന്നെ തുടരുകയാണോ? AKG ഭവനിൽ രാത്രി ഉണ്ടായിരുന്ന ഐഷിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നാണ് നേതൃത്വം പറയുന്നത്. ഞാനിപ്പോഴുള്ളത് CPMന്റെ ദേശീയ ആസ്ഥാനം AKG ഭവന് മുന്നിലാണ്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ മുന്നോട്ട് വന്നാൽ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേന്ദ്ര സേനയിലെ ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ്. 5-6 പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ട്. ഈ ഭാഗത്തേക്ക് കുറച്ചുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ഇവിടെ ഇപ്പോഴും സുരക്ഷ കൂടുതലാക്കി കർശനമാക്കി നിർത്തുന്നതാണ് ഇതിന് മുന്നിലുള്ള തത്സമയ കാഴ്ചകൾ. ഏതായാലും CPM പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഐഷി ഘോഷിനെ ഈ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന വാർത്ത കൂടി വരുന്നത്. പാട്യാല കോടതിയിലാണ് 2021 ഈ കേസുള്ളത്. അവിടെ നിന്നാണ് വാറണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഈ പാട്യാല കോടതിയിൽ CPMന്റെ അഭിഭാഷകർ ഈ വാറണ്ട് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സമീപിക്കുമെന്ന് അറിയിക്കുന്നു. ഒപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് വരികയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാനും CPMന്റെ ഭാഗത്ത് നിന്ന് നീക്കമുണ്ട്. ഐഷി ഘോഷിനെ പൂർണ്ണ കവചമൊരുക്കുന്ന CPM നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് മാധു പറഞ്ഞതുപോലെ CJPയുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അറസ്റ്റ് ചെയ്യാതെ 2-3 മാസം വാറണ്ട് കയ്യിൽ വെച്ച് ഇപ്പോൾ വന്ന് പിടികൂടുന്നതിനും ദില്ലി പോലീസ് പറയുന്നത്. ഈ 10-35 ദിവസം CJPയുടെ പ്രതിഷേധ യോഗങ്ങളിൽ, പ്രതിഷേധ മാർച്ചുകളിലൊക്കെ ഐഷി സജീവ സാന്നിധ്യമായിരുന്നു. അപ്പോഴൊന്നും ദില്ലി പോലീസിന് കണ്ണു കാണില്ലായിരുന്നു. അപ്പോഴൊന്നും ഐഷി ഘോഷ് ഒരു പിടികിട്ടാപ്പുള്ളിയുമായിരുന്നില്ല. എന്നിട്ട് ഇപ്പോഴാണ് ആ നീക്കം ഉണ്ടാകുന്നത്. ഇപ്പോഴും ആ AKG ഭവന് ചുറ്റും പോലീസ് നിൽക്കുന്നത് കൂടുതൽ അറസ്റ്റ് സാധ്യത എന്ന സന്ദേശം നൽകാൻ തന്നെയാണോ?
ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്താം. കാരണം ഇതിന് ബലമേകുന്ന ഒരു സംഭവം ഇന്നലെ രാത്രി നടന്നത് ഐഷി ഘോഷ് ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി മഫ്തിയിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ രാത്രി ഇവിടെ എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിന്റെ പിൻവശത്തെ പശ്ചാത്തലത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കാണാം. ഇവിടെ ദില്ലി പോലീസിന്റെ ഒരു വാഹനം വന്ന് ഇവിടെ ഇത് കേന്ദ്ര സേനയിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ്, അവിടെ ഇവരെ ഇറക്കുകയായിരുന്നു എന്നാണ് നമ്മൾ തത്സമയം കണ്ട കാഴ്ച. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഐഷിയെ പിടികൂടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് രാത്രി വരുന്നു. ഇപ്പോഴത്തെ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ കേന്ദ്രസേനയെ ഇതിന്റെ മുന്നിൽ വിന്യസിച്ചിട്ടുണ്ട്. ഐഷിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കാൻ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ കൂടി CPM-ന്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഐഷിയെ പിടികൂടുന്നത് വീണ്ടും ഭയം രാജ്യത്ത് പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് എന്ന വിമർശനമാണ് CPM ഉന്നയിക്കുന്നത്. മാധു, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. AKG ഭവൻ പരിസരത്ത് നമുക്ക് ഇപ്പോഴും യൂണിഫോമിൽ പോലീസുകാരെ കാണാം. ഐഷി ഘോഷിനെ AKG ഭവനിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോടതിയിൽ വാറന്റ് റദ്ദാക്കാനുള്ള നിയമ നടപടികളുമായി CPM മുന്നോട്ട് പോവുകയുമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്.